स्वस्ति प्रजाभ्य परिपालयन्ता न्यायेन मार्गेण महेषाः गोब्राह्मणेभ्यः शुभमस्तु नित्यम् समस्तलोका सुखिनो भवन्तु. എല്ലാവർക്കും നമസ്കാരം. ഈ അടുത്ത കാലത്തായി കേരളത്തിലെ പല ജില്ലകളിലെയും കുറേ വിദ്യാലയങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലുമുള്ള കുടുംബ സംഗമങ്ങളിലുമൊക്കെ പാരൻസിനെ ലക്ഷ്യമിട്ട് സംസാരിക്കാനുള്ള അവസരമുണ്ടായി. എല്ലാ സ്ഥലത്തും കണ്ടുവരുന്ന പൊതുവായ ഒരു വസ്തുതയാണ് പാരൻസ് ആർ അൺഹാപ്പി. അവർ വളരെയധികം നിരാശരാണ്. പല സ്ഥലങ്ങളിലും എല്ലാവരും ഉത്കണ്ഠാകുലരാണ്. കാരണം മക്കളെക്കുറിച്ച് ഓർത്തിട്ട് തന്നെയാണ്. മക്കളുടെ ഭാവി എന്താകും, അവരെങ്ങനെ ആയിത്തീരും, അവർ നല്ല നിലയിൽ എത്തിച്ചേരുമോ, ഇങ്ങനെയുള്ള ഉത്കണ്ഠ. ഇതിനെ ചൊല്ലി വീടുകളിൽ പരസ്പരം വഴക്കും വക്കാണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. ഭാരതീയ സമൂഹത്തിൻ്റെ അടിസ്ഥാനം തന്നെ കുടുംബ ബന്ധങ്ങളാണ് എന്നുള്ള വസ്തുത പലപ്പോഴും നാം മറന്നു പോകുന്നു. കഴിഞ്ഞ ഈ അടുത്ത കുറേ കാലങ്ങളായി നാം എപ്പോഴും കേട്ടുവരുന്നൊരു വാക്കാണ് മാന്ദ്യം, റിസഷൻ. ലോകത്തിലെ പല രാജ്യങ്ങളിലും ഈ റിസഷൻ ഉണ്ടായപ്പോഴും ഭാരതത്തിലെ സമൂഹത്തിൽ ഇതിൻ്റെ ആഘാതം വളരെ വളരെ കുറച്ചായിരുന്നു. അതിനുള്ള മുഖ്യ കാരണം നമ്മുടെ കുടുംബങ്ങളിൽ നിലനിന്ന് വരുന്ന ആ മൂല്യങ്ങളാണ്, ആ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ബന്ധങ്ങളാണ്. എന്നാൽ അതിന് ചോർച്ച സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇല്ലാതിരിക്കാനായിട്ട് നാം ഓരോരുത്തർക്കും കർമ്മമുണ്ട്, കടമയുണ്ട്. അത് നമുക്കെല്ലാം ഈ അവസരത്തിൽ ഒന്ന് ഓർക്കാം. കുടുംബം എന്ന വാക്കിൻ്റെ തന്നെ അടിസ്ഥാനം കൂടുമ്പോൾ ഇമ്പമുള്ളത്, അതായത് സ്നേഹം. കൂടിച്ചേരുമ്പോൾ സ്നേഹമുണ്ടായിരിക്കണം. എന്നാൽ ഇന്ന് കൂടിച്ചേരുമ്പോൾ സ്നേഹമാണോ, ഇമ്പമാണോ? അല്ല, പലപ്പോഴും പല സ്ഥലത്തും ഭൂകമ്പമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് സത്യം. പാരൻറ്റിങ് എന്നുള്ള പേര് പറയുമ്പോൾ തന്നെ പേരൻ്റ് എന്ന് പറയാറുണ്ട്. അച്ഛനമ്മമാരോടുള്ള കടപ്പാട്, അതിനെ ഓർമ്മിപ്പിക്കാൻ തന്നെയാണ് ഈ വേർഡ്. അതേപോലെ ഫാമിലി, FAMILY, അതിനെക്കുറിച്ച് പറയാറുണ്ട്. ഫാദർ ആൻഡ് മദർ, ഐ ലവ് യു. അച്ഛനും അമ്മയും ഗൃഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പരസ്പര സ്നേഹം പ്രകടിപ്പിച്ച് ജീവിക്കുന്നത് മക്കൾ കാണണം. കുട്ടികൾ വളരെ അധികം ഒബ്സർവ് ചെയ്യുന്നവരാണ്. ദേ ഒബ്സർവ് നോട്ട് വാട്ട് വി സേ, ദേ ഒബ്സർവ് വാട്ട് വി ഡു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ വീക്ഷിക്കുന്നത്. അതിലൂടെയാണ് അവർ വളരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും നമ്മുടെ മക്കൾക്ക് നാം റോൾ മോഡലാണെന്ന്? ഇന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വസ്തുത അതാണ്. എൻ്റെ മകൻ വളർന്നു വരുമ്പോൾ എന്നെപ്പോലെ ആകണോ? ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് വേണം അവൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ. എൻ്റെ മകൾ വലുതാകുമ്പോൾ അവളുടെ ഭർത്താവിനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് കണ്ടിട്ട്. അതുതന്നെയാണ് ചെറുപ്പത്തിൽ അവരുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് അവർ ആവാഹിച്ചെടുക്കുന്നത്. ഇതിന് നാം എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്? കുടുംബ ബന്ധങ്ങൾ സുദൃഢമാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മം എന്ത്?
പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിൽ മുത്തശ്ശിമാരുണ്ടാകും. ധാരാളം കഥകളിലൂടെയും പാട്ടുകളിലൂടെയും കുട്ടികളെ കുട്ടികളിൽ സൽഗുണങ്ങൾ വളർത്തി കൊണ്ടുവരും. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യരുള്ള കാലം, കാരാസ്കരത്തിൻ ഗുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ എന്ന് കുഞ്ചൻ നമ്പ്യാർ പറയുന്നത് ഈ ചെറുപ്പകാലത്ത് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ 4 ദശകളിൽ ആ ബാല്യകാലത്ത് നാം അവരിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയത്തെക്കുറിച്ചാണ്. ഇന്നിപ്പോൾ ചെറിയ കുടുംബം, അണുകുടുംബം, ഭാര്യയും ഭർത്താവും ഒക്കെ ജോലിക്ക് പോകുന്നു. ആർക്കും സമയമില്ല ഒന്നിനും. കുടുംബങ്ങളിൽ ഒന്നിച്ചിരിക്കാൻ സമയമില്ല. ഫാമിലി ടൈം എന്നൊന്നില്ല. എല്ലാവരും മൊബൈലിലും ടി വിയിലും ഇൻ്റർനെറ്റിലും ഒക്കെ നോക്കിയിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനും സംസാരിക്കാനും നമുക്ക് സമയമില്ല. ഇതിനൊരു മാറ്റം വരുത്തണ്ടേ? അതാര് തുടങ്ങും? എല്ലാവരും നേരെയായതിനു ശേഷം ഞാൻ നോക്കാം എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഒരു ചെറിയ അനക്ഡോട്ട് പറയാറുണ്ട്. ഒരു കുട്ടി സമുദ്രതീരത്തോടെ ഇങ്ങനെ നടക്കുകയാണ്. ആ കുട്ടി വലിയ കാരുണ്യമുള്ള ആളായിരുന്നു. തിരകളിൽ അടിഞ്ഞു വരുന്ന നക്ഷത്ര മത്സ്യം, സ്റ്റാർ ഫിഷ്, ഇങ്ങനെ ചത്തടിഞ്ഞു പോകുന്നത് കണ്ട് ഹൃദയത്തിൽ ഉള്ള ആ നൊമ്പരത്തോടു കൂടി കുട്ടി എന്ത് ചെയ്തു? കുനിഞ്ഞ് ഓരോ ആ നക്ഷത്ര മത്സ്യത്തെയും എടുത്ത് ആ തിരകളിലേക്ക് എറിയാൻ തുടങ്ങി. കുറച്ച് ഈ കാഴ്ച കണ്ട ഒരാൾ വന്ന് ഇദ്ദേഹത്തെ തൊട്ട്, ഈ കുട്ടിയെ തൊട്ട് പറയാണ്, ഏയ് ആർ യു മാഡ്? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ദേ ആർ തൗസൻഡ്സ്, അത് ആയിരക്കണക്കിനുണ്ട്, നിനക്കൊരു മാറ്റവും വരുത്താൻ സാധിക്കില്ല. ഈ കുട്ടി ഒന്നും പറഞ്ഞില്ല. കുനിഞ്ഞ് ഒരു നക്ഷത്ര മത്സ്യത്തെ കൂടി വെള്ളത്തിലേക്ക് ഇട്ടു. ഈ തൊട്ട് വിളിച്ച ആളിൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ആ കുട്ടി പറഞ്ഞു, അങ്കിൾ, ഇറ്റ് മെയ്ഡ് എ ഡിഫറൻസ് ഓഫ് 1. അങ്കിൾ, അത് 1ൻ്റെ വ്യത്യാസമുണ്ടാക്കി. ഈ വ്യത്യാസമാണ് നമ്മുടെ ലോകത്തിൽ ശാന്തി വരുത്തുന്നതിനുള്ള നിദാനം. നമ്മൾക്ക് ആ ചേഞ്ച് ഏജൻ്റ് ആകാൻ സാധിക്കുമോ? മറ്റുള്ളവർ എങ്ങനെയായി എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടേണ്ടതില്ല. നമ്മുടെ മക്കൾക്ക് ചെറുപ്പകാലത്ത് നല്ല കഥകളും മാതൃകാ പുരുഷന്മാരുടെ കഥകളും ഗുണപാഠങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? അതിനുള്ള സമയം ഉണ്ടോ നമുക്ക്? പലപ്പോഴും ഭാര്യയും ഭർത്താവും 36 പോലെയാണ് വീടുകളിൽ പെരുമാറുന്നത്. 3, 6 എഴുതിയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാൽ 63 പോലെ ഇരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുള്ള ഗൃഹങ്ങളിൽ കുട്ടികളും നല്ല രീതിയിൽ വളരും. ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ ദൃഷ്ടി, കാകദൃഷ്ടി, ഭഗധ്യാനം, ശുനകനിദ്ര, അല്പാഹാരം, ജീർണവസ്ത്രം, ഏതത് വിദ്യാർത്ഥി ലക്ഷണം. ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണമായിട്ടാണ് ഇത് പറയുന്നത്. കുട്ടികൾക്ക് കാക്കയുടെ ദൃഷ്ടി ഉണ്ടാക്കണം, ഒബ്സർവേഷൻ പവർ. ഇന്നുള്ള കുട്ടികൾക്ക് ഒബ്സർവേഷൻ പവർ ഇല്ല. കാരണം അവൻ കൂടുതൽ സമയവും അവൻ്റെ കണ്ണുകൾ ഇങ്ങനെ ടി വിയിലും മൊബൈലിലുമൊക്കെ നോക്കി ഇരിപ്പാണ്. വരികൾക്കിടയിലൂടെ ചലിക്കുന്ന കണ്ണുകൾ അവന് നഷ്ടമാകുന്നു. കാരണം ദൃശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന വസ്തുവിലേക്ക് അവൻ്റെ നോട്ടം. പുസ്തകം നോക്കിയാൽ പിന്നീട് അവന് പഠിക്കാനുള്ള ശക്തി ഉണ്ടാവില്ല. കണ്ണുകൾക്ക് ആ ശക്തി നഷ്ടപ്പെടുന്നു പലപ്പോഴും. ഇത് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒബ്സർവേഷൻ പവർ, കാക്കയുടെ ദൃഷ്ടി, ഭഗധ്യാനം. ഭഗെന്ന് പറഞ്ഞ കൊക്ക്. പാടത്ത് കൊക്കുകൾ മീൻ പിടിക്കുന്നത് നല്ലൊരു കാഴ്ചയാണ്. കുട്ടികളെ കാണിച്ചു കൊടുക്കണം. ആ ഒറ്റക്കാലിൽ മീനെ പിടിക്കാനായിട്ട് കൊക്ക് നിൽക്കുന്ന കൊക്കിൻ്റെ ആ തപസ്. കുറച്ചു നേരം ഓക്സിജൻ കഴിക്കാനായിട്ട് മുകളിലേക്ക് വരുന്ന ആ മത്സ്യത്തെ കൃത്യമായി ആ കൊക്ക് അവിടേക്ക് കൊണ്ടുപോയി വീഴുന്നു. കോൺസെൻട്രേഷൻ, ഭഗധ്യാനം. കുട്ടികൾക്കങ്ങനെ ആ ധ്യാനശീലം, ഏകാഗ്രത പഠിപ്പിക്കണം. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കി പഠിപ്പിക്കണം അവനെ. ശുനകനിദ്ര, ശ്വാനനിദ്ര എന്നും പറയും. ഉറങ്ങിക്കിടക്കുമ്പോഴും ഒരു നായയുടെ അടുത്തുകൂടി പോകാൻ ആരും ധൈര്യപ്പെടില്ല. കാരണം ഉറങ്ങുമ്പോഴും അവൻ ഉത്തരവാദ ബോധമുള്ളവനാണ്. കുട്ടികൾക്ക് ഉത്തരവാദിത്വ ബോധം, കമ്മിറ്റ്മെൻറ്റ് പഠിപ്പിക്കേണ്ടത് ആ ശ്വാനിൽ കൂടി, നായയിൽ കൂടി. അതാണ് ശ്വാനനിദ്ര. ഉറങ്ങുന്നത് പോലും അവൻ്റെ ഉണർവ്, ആ ഉണരുന്ന ആ കാഴ്ച അതവന് പ്രധാനപ്പെട്ടതാണ്.
ഇത് മനസ്സിലാക്കിക്കണം കുട്ടികൾക്ക്. അല്പാഹാരം, ജീർണവസ്ത്രം, ഇതൊന്നും നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളെടുത്ത് പറഞ്ഞാൽ അവർ ഈ ജങ്ക് ഫുഡൊക്കെ കഴിച്ച് അവരുടെ സ്വഭാവം വേറൊരു ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭോജൻ ഫോർ ദ ബോഡി, ഭജൻ ഫോർ ദ മൈൻഡ്, ബി റെഗുലർ ഇൻ ബോത്ത്, ലെറ്റ് ബോത്ത് ബി പ്യുവർ ആൻഡ് സിൻസിയർ. ഇത് രണ്ടും ശുദ്ധമല്ല ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നല്ല ചിന്തകൾ കടന്നു വരുന്നത് എങ്ങനെയാണ്? പലപ്പോഴും പറയും, പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്, അനുഭവിച്ച് അറിഞ്ഞിട്ടുമുണ്ട്. പ്രാർത്ഥനകളിൽ കൂടി നല്ല ചിന്തകൾ വരും. നമ്മുടെ ഇന്നത്തെ ജനറേഷന് പ്രാർത്ഥിക്കാൻ അറിയില്ല. സമസ്ത ലോക സുഖിനോ ഭവന്തു എന്ന ഭാരതീയ സങ്കല്പം അവർ കേട്ടിട്ടില്ല. എല്ലാവർക്കും നന്മ വരട്ടെ, സർവേ ഭവന്തു സുഖിനഃ. ഇതിനെങ്ങനെയാണ് നമ്മുടെ സുപുത്ര കുലദീപ എന്ന് പറയാറുണ്ട്. ഒരു കുലത്തിലൊരു സൽപുത്രൻ, പുത്രി ആരായാലും ജനിച്ചാൽ അത് കുലത്തിന് തന്നെ വെളിച്ചമാണ്. അങ്ങനെയുള്ള വെളിച്ചം വിതറിയ, കുലത്തിന് തന്നെ വെളിച്ചം വിതറിയ ധാരാളം പുത്രന്മാരെയും പുത്രിമാരെയും നമുക്കറിയാം. പ്രഹ്ലാദനൊരു പ്രഹ്ലാദനായത് ആ അമ്മ കയാധു ഗർഭകാലത്ത് നാരദ മഹർഷിയുടെ ആശ്രമത്തിലിരുന്ന് ആ നാരായണനാമം കേട്ട് ഇരുന്നതുകൊണ്ടാണ്. പ്രഹ്ലാദനായിരുന്നു ശ്രദ്ധിച്ചത്. ജനിക്കുമ്പോഴേ ആ നാരായണ മന്ത്രം. ഒരു പ്രഹ്ലാദൻ ഒരു കുലത്തിൽ ജനിച്ചപ്പോൾ 21 തലമുറ ധന്യമായി എന്ന് നരസിംഹമൂർത്തി പറയാറുണ്ട് അവിടെ വെച്ച്. ഭാഗവതത്തിൽ അത് വളരെയധികം വ്യാഖ്യാനിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. കുട്ടികൾ അന്ധനായി, കണ്ണുകളുണ്ടെങ്കിലും അന്ധനായി വളരുന്നു. നന്മ കാണാൻ അവന് താല്പര്യമില്ല, അറിയില്ല. നല്ലത് കാണുക, നല്ലത് കേൾക്കുക, നല്ലത് പറയുക, നല്ലത് ചിന്തിക്കുക, ഇതൊക്കെയാണ് ഈശ്വരനിലേക്കുള്ള മാർഗം, അല്ലെങ്കിൽ വിജയത്തിലേക്കുള്ള മാർഗം, വിജയമന്ത്രം. പലപ്പോഴും കുട്ടികൾക്ക് ഇത് അറിയാറില്ല. ഇത് അച്ഛനമ്മമാർക്ക് കഥകളിലൂടെയും കവിതകളിലൂടെയൊക്കെ പറഞ്ഞു കൊടുക്കാം. എനിക്കുണ്ടായ ഒരു അനുഭവം, ഇതിനിടെ ഉണ്ടായ ഒരു അനുഭവം പറയാം. ഒരു വനിതാ കോളേജിൽ പോയിട്ട് സംസാരിക്കുമായിരുന്നു. അവിടെ ഞാൻ അമ്മയുടെയും അച്ഛൻ്റെയും മഹാത്മ്യമൊക്കെ പറഞ്ഞു. അമ്മയെക്കുറിച്ച് ഒരു കൊച്ചു കവിത, ഒരു നഴ്സറി കവിത ചൊല്ലി. ഓടിയെത്തും നേരമെന്നെ ഓമനിക്കും അമ്മ, പാല് തരും പീപ്പി തരും പാവ തരും അമ്മ, ഉമ്മ വയ്ക്കും പാട്ടുപാടും എന്നും എൻ്റെ അമ്മ, കൊച്ചു കഥ ചൊല്ലിത്തരും നിശ്ചയം എൻ്റെ അമ്മ, പട്ടുറുമാൽ കെട്ടിത്തരും പൊട്ടു തൊടുവിക്കും, അച്ഛൻ എന്നെ തല്ലിടുമ്പോൾ അമ്മയോടിയെത്തും, അമ്മയാണ് പാരിടത്തിൽ എന്നും എൻ്റെ ദൈവം, അമ്മയെ മറക്കുമോ ഞാൻ ജീവനുള്ള കാലം. ഈ നഴ്സറി, ഇത് വളരെ പ്രസിദ്ധമായ കവിതയാണ്. കുട്ടികൾക്കിത് അറിയില്ലായിരുന്നു. ഞാൻ അവരെ കൊണ്ട് ഏറ്റുചൊല്ലിപ്പിച്ചു. ക്ലാസ് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഒരു പെൺകുട്ടി ഓടി വന്ന് കരഞ്ഞുകൊണ്ട് പറയാണ്, താങ്ക് യു അങ്കിൾ, എൻ്റെ അച്ഛനും അമ്മയും തിരിച്ചു തന്നതിന് താങ്ക് യു അങ്കിൾ. ഞാൻ ചോദിച്ചു, എന്താ മോളെ ഈ പറയണത്? അങ്കിൾ ഇന്നിവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഉറപ്പാണ് എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇവിടെ കൊണ്ടുവിടുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി പോകാൻ ഞാൻ തീരുമാനിച്ചതായിരുന്നു. സർ, ഞാൻ പോവില്ല. ഇപ്പോഴും ആ കുട്ടി 3-4 വർഷമായി. ഇപ്പോഴും ആ കുട്ടി എല്ലാ വർഷവും ഒരു കാർഡ് അയക്കും. ഐ വോണ്ട് ഫൊർഗെറ്റ് യു ഇൻ മൈ ലൈഫ്, താങ്ക് യു അങ്കിൾ, എൻ്റെ അച്ഛനും അമ്മയും തിരിച്ചു തന്നതിന്. നമ്മുടെ മക്കൾക്ക് ഈ ഗുണങ്ങൾ നഷ്ടപ്പെടുന്നു. അതിനാരാ ഉത്തരവാദി? നമ്മളാണ്. പലപ്പോഴും കുട്ടികളെ മാർക്ക് വാങ്ങിക്കാനുള്ള ആ ധൃതിയിൽ അവർക്ക് നല്ല റിമാർക്ക് കിട്ടാനുള്ള അവസരങ്ങൾ നാം നഷ്ടപ്പെടുത്തുന്നു. പക്ഷേ ഒന്ന് ചിന്തിക്കുക, അവരുടെ ഭാവി, ദ എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ക്യാരക്ടർ. ഓർമ്മിക്കുക, സ്വഭാവമാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരിസമാപ്തി. ആ സ്വഭാവ ഗുണമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? ഒന്ന്, ധാരാളം സമയം കുട്ടികളോട് കൂടെയിരിക്കുക, ഫാമിലി ടൈം വർദ്ധിപ്പിക്കുക. നമ്മൾ റോൾ മോഡലാകുക. അമ്മയും അച്ഛനും മക്കളുടെ മുമ്പിൽ വഴക്ക് കൂടാതിരിക്കുക, സ്നേഹത്തോടെ ഇരിക്കുക. ധാരാളം വിട്ടുവീഴ്ചകൾ ഉണ്ടാവട്ടെ ഗൃഹങ്ങളിൽ. പ്രാർത്ഥിക്കുക. എ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ചിരിക്കുമെന്നുള്ള ബൈബിൾ വചനം നമുക്ക് പൂർണ്ണമാക്കാം. അങ്ങനെ നല്ലൊരു തലമുറയെ പ്രാർത്ഥനയിൽ കൂടിയൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. പ്രാർത്ഥന വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അവൻ്റെ സ്വഭാവ മഹിമയിൽ
പ്രാർത്ഥനയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. ഈശ്വരനുണ്ടോ എന്നുള്ള ചിന്തയൊക്കെ അവിടെ വിടൂ, പക്ഷേ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം നമ്മുടെ കുട്ടികളെ. ഇനി വരുന്ന ആ ഭാരതീയ ജനതയുടെ വലിയൊരു ഭാഗം യുവജനങ്ങളാകാൻ പോവുകയാണെന്നൊക്കെ സർവേകളൊക്കെ പറയുന്നു. നമ്മുടെ മക്കളായിരിക്കണം ലോകത്തിൻ്റെ സംസ്കാരം നിയന്ത്രിക്കുന്നത്. അവരായിരിക്കും ലീഡർഷിപ്പ്. അവരെ നമുക്ക് വാർത്തെടുക്കേണ്ടേ? അതിനായിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ അറിവും സമയവും ഊർജവും പണവും ഒക്കെ വിനിയോഗിച്ച് നമ്മുടെ കുട്ടികളെ ധാരാളം സ്നേഹിക്കാനും അവരെ കൂടെ ഇരിക്കാനും അവർക്ക് മഹാന്മാരുടെ കഥകൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ചെലവഴിക്കണം. എത്ര സമയം നമുക്ക് അവർക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും? ഓരോരുത്തരും ചിന്തിക്കണം. അതിന് സാധിക്കട്ടെ. നമ്മൾ ഓരോരുത്തരുടെയും സമയവും ഊർജ്ജവും ഒക്കെ അവർക്കായി വിനിയോഗിക്കാൻ ഈശ്വരൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സമസ്ത ലോക സുഖിനോ ഭവന്തു. സമസ്ത ലോക സുഖിനോ ഭവന്തു. സമസ്ത ലോക സുഖിനോ ഭവന്തു. സമസ്ത ലോക സുഖിനോ ഭവന്തു.